വെൽക്കം ബാക്ക്. അപ്പോൾ എനിക്കൊരു ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ പാക്ക് ചെയ്യണം. സോ എൻ്റെ കൂടെ പാക്ക് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ എടുക്കുന്നത് എൻ്റെ ഈ ഒരു ഹാൻഡ് ബാഗാണ് കേട്ടോ. ഇത് ഞാൻ മിൻട്രയിൽ നിന്ന് വാങ്ങിയതാണ്. ഫാർഗോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ. ഞാൻ കുറേ നാൾ നോക്കിയിരുന്ന് വാങ്ങിയൊരു സാധനമാണ്. നല്ല ബാഗാണ് കേട്ടോ, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സാധനം. കുറേ സാധനങ്ങൾ അതിനകത്ത് കൊള്ളും. പിന്നെ അതിൻ്റെ കൂടെ എനിക്ക് 2 ഡിറ്റാച്ചബിൾ സ്ട്രാപ്സും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും ഞാൻ മിക്കവാറും കണക്ട് ചെയ്തിടാറാണ്. ഇത് എൻ്റെ മേക്കപ്പ് പൗച്ചാണ് കേട്ടോ. ഇത് ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വാങ്ങിയത്. ഇതും അതുപോലെ തന്നെ ഒരുപാട് സ്പേഷ്യസ് ആണ്, ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് കൊള്ളും. അപ്പോൾ ഞാൻ എൻ്റെ മേക്കപ്പ് സാധനങ്ങളും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് തന്നെ ഇട്ട് വെക്കുന്നത്. അപ്പോൾ എനിക്ക് കൊണ്ടുപോകാൻ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇത്രയും കുറേ കാര്യങ്ങളുണ്ട്, ഫൗണ്ടേഷനും അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ. അപ്പം ആദ്യം തന്നെ സ്കിൻ കെയറിന് ടോണറും മോയ്സ്ചറൈസറും സൺസ്ക്രീനുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഉള്ളത് ഐ മേക്കപ്പാണ്, കാജലും ഐലൈനേഴ്സും മസ്കാരയും. പിന്നെ നമ്മുടെ ലിപ് ബാമും ലിപ്സ്റ്റിക്സ് 2-3 ഷെയ്ഡ്സ് ഉണ്ട്, അതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് എൻ്റെ മേക്കപ്പ് ബ്രഷസാണ്. അതും ഞാൻ മിക്കവാറും ഇവിടെ എല്ലായിടത്തും കൊണ്ടു നടക്കുന്നതാണ്. പിന്നെ ഉള്ളത് എൻ്റെ മേക്കപ്പ് ഫിക്സറാണ് കേട്ടോ. ഇത് സിസ് ബ്യൂട്ടിയുടെയാണ്. ഇനിയുള്ളത് ഹൈലൈറ്ററും പ്രൈമറും കൂടെ ഉള്ളൊരു സാധനമാണ്. ഇത് ചെറുതായിട്ടേ ഞാൻ എടുക്കത്തുള്ളൂ, നല്ല തിളക്കം കിട്ടും ഇത് യൂസ് ചെയ്യുമ്പോൾ. പിന്നെ ഉള്ളത് എൻ്റെ ഫൗണ്ടേഷനാണ് കേട്ടോ. ഇത് ഞാൻ മെയ്ബിലിൻ്റെ ഫിറ്റ്മിയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ ഷെയ്ഡ് ഇച്ചിരി മാറിയിട്ടുണ്ട്. പിന്നെയുള്ളത് ഒരു ലൂസ് ടിൻറ്റഡ് പൗഡറാണ്, ഹൈലൈറ്ററായിട്ടും നമ്മൾ ഐ ഷാഡോ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നൊരു സാധനം കേട്ടോ അത്. പിന്നെയുള്ളത് കൺസീലറാണ്. ഇതും അത്യാവശ്യം നല്ല കവറേജ് ഉള്ള സിസ് ബ്യൂട്ടിയുടെ തന്നെയാണ് കേട്ടോ. പിന്നെയുള്ളത് പൊട്ടാണ്, പൊട്ടും ഫാഷൻ ടേപ്പും. എപ്പോഴും ആവശ്യം വരുന്നത് പറയാൻ പറ്റില്ല, സോ എപ്പോഴും എൻ്റെ ഉണ്ടാവും. പിന്നെ ഉള്ളത് ഈ 2 കോമ്പും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സേഫ്റ്റി പിന്നും ഹെയർ പിന്നുമാണ്. ഇനിയുള്ളത് ഈ ഹെയർ ക്ലിപ്സ് ആണ് കേട്ടോ. അത് ആവശ്യമുള്ള മാത്രമേ കൊണ്ടുപോകുള്ളൂ ഞാൻ. പിന്നെ ഉള്ളത് ഈ ഇൻവിസിബിൾ ബ്രാസ് സ്ട്രാപ്സ് ആണ് കേട്ടോ. അത് എപ്പോഴും ആവശ്യം വരുന്നത് പറയാൻ പറ്റില്ല. പിന്നെ ഇത് ഞാൻ ഒക്കേഷണലി മാത്രം യൂസ് ചെയ്യുന്ന വാച്ചാണ്. ഇത് ഞാൻ ഓബയോസിൽ നിന്ന് വാങ്ങിയൊരു മാലയാണ് കേട്ടോ. പിന്നെ എനിക്ക് 2-3 വളകൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫംഗ്ഷൻ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ 2-3 സെറ്റ് കമ്മലും വെച്ചിട്ടുണ്ടായിരുന്നു. കൺഫ്യൂഷനാണ്, അതുകൊണ്ട് ഏത് ഡിസൈഡ് ചെയ്യണമെന്ന് അറിയില്ല. സോ ഇത്രയും സാധനങ്ങൾ ഇനി എനിക്ക് എൻ്റെ പൗച്ചിനകത്തോട്ടാക്കണം. ഞാൻ എൻ്റെ വളയും ഒക്കെ എൻ്റെ വാച്ചിൻ്റെ ബോക്സിൽ തന്നെയാണ് കേട്ടോ വെച്ചേക്കുന്നത്. പിന്നെ എൻ്റെ സ്കിൻ കെയർ സാധനങ്ങൾ വലിയ പൗച്ചിലും മേക്കപ്പ് സാധനങ്ങൾ കുട്ടി പൗച്ചിലും വെച്ചു. പിന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് പിൽഗ്രിമിൻ്റെയാണ്, ബോസി ബ്രൗൺ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ല ട്രാൻസ്ഫർ പ്രൂഫുമാണ്, അതുപോലെ തന്നെ ഹൈലി പിഗ്മെൻറ്റഡുമാണ്. നല്ലതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇനി നമുക്ക് വലിയ ബാഗിനകത്തോട്ടാക്കണം. അപ്പോൾ എൻ്റെ മേക്കപ്പ് പൗച്ചസും എൻ്റെ വാച്ചിൻ്റെ ബോക്സും എല്ലാം ഞാൻ ഈ ബാഗിനകത്താണ് വെച്ചേക്കുന്നത്. എന്നിട്ട് പോലും ഇതിനകത്ത് ഒരുപാട് സ്ഥലം ലെഫ്റ്റ് ഓവറാണ്. അത്രയ്ക്കും വലിയ ബാഗാണ് കേട്ടോ ഇത്. ഇനിയുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്കിടാനുള്ള ഡ്രസ്സസാണ്. അപ്പോൾ 2-3 ദിവസത്തേക്കുണ്ട്. ആദ്യം തന്നെ ഒരു മിഡി ടൈപ്പ് ഡ്രസ്സാണ് കേട്ടോ. ഇത് ഞങ്ങൾ ബ്രൈഡൽ ഷവറിന് വേണ്ടി ഇടാൻ വാങ്ങിച്ചതാണ്. സോ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനിത് മാസ്റ്റ് ആൻഡ് ഹാർബർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൽ നിന്നാണ് കേട്ടോ വാങ്ങിയേക്കുന്നത്. മിൻട്രയിൽ നിന്നാണ് കേട്ടോ വാങ്ങിയേക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കേട്ടോ. അപ്പം ഇത് നമുക്ക് ആദ്യം എടുത്ത് വെക്കാം. ഇനിയുള്ളത് ഇച്ചിരി സ്പെഷ്യലാണ്. അപ്പം അതെന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ തയ്ച്ച ഡ്രസ്സാണ് കേട്ടോ. പീച്ചാണ് ഞങ്ങളുടെ കളർ തീം. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു വെച്ചിടുന്നതാണ്. അങ്ങനെ അതിനകത്ത് അനാർക്കലിയാണ് കേട്ടോ ഇത്. ഞാൻ ആക്ച്വലി ഗൗണാണ് തയ്ക്കാൻ ഉദ്ദേശിച്ചത്, പക്ഷേ പിന്നെ ചില പാറ്റേണൊക്കെ മാറ്റി വന്നപ്പം അത് അനാർക്കലിയായി. സോ ഇതിൻ്റെ നെറ്റ് ഞാൻ അഡീഷണൽ പിന്നെ വാങ്ങിച്ച് വെച്ചതാണ്. ഒരു 3/4 ലെങ്ത്തിൻ്റെ സ്ലീവ്സ് ഞാൻ വെച്ചിട്ടുണ്ട്, സെയിം നെറ്റിൻ്റെ തന്നെയാണ്. പിന്നുള്ളത് കുഞ്ചലമാണ്, 2 കുഞ്ചലം വെച്ചിട്ടുണ്ട്. എനിക്ക് കുഞ്ചലം വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഈ അനാർക്കലിയുടെ കൂടെ ഇടാനുള്ള പാൻറ്റും ദുപ്പട്ടയും ഞാൻ സെപ്പറേറ്റ് ആണ് വാങ്ങിച്ചത്. അനാർക്കലി പീച്ച് കളറും പാൻറ്റും ദുപ്പട്ടയും പിങ്ക് കളറുമാണ്. പാൻറ്റ് ഞാൻ രാമചന്ദ്രാസിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്, ലെഗിൻസ് ആണ്. പിന്നെ ഷോൾ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. ഇതും നെറ്റിൻ്റെയാണ്, വിത്ത് സിൽവർ മെഷീൻ എംബ്രോയിഡറി വരുന്നത്. അതിൻ്റെ കൂടെ സ്റ്റോൺ വർക്കും കൂടെ വരുന്നുണ്ട്. സോ ഇതും കൂടെ നമുക്ക് എടുത്ത് വെക്കാം. പിന്നെ ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാരിയാണ്. സാരി ഇത് ഞങ്ങൾ RK വെഡ്ഡിങ് മോൾ കൊല്ലത്ത് നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. ഞങ്ങൾ ബ്രൈഡ്സ് മെയ്ഡ്സ് എല്ലാം കൂടി സെയിം സാരി ബട്ട് ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷനാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. ഇതൊരു വിചിത്ര സിൽക്ക് മെറ്റീരിയലാണ് കേട്ടോ. ഇത് കണക്ക് ബോഡി ഫുള്ള് സ്റ്റോൺ വർക്കാണ് വരുന്നത്, വിത്ത് ഹെവി എംബ്രോയിഡറി ബോർഡർ. നല്ല ഭംഗിയാണ് കേട്ടോ, ഉടുക്കുമ്പോൾ ഒതുങ്ങി നിന്നോളും. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ തയ്പ്പിച്ചത് ഒരു ഷോർട്ട് സ്ലീവിൻ്റെ ബ്ലൗസാണ് കേട്ടോ. വിത്ത് ബ്ലൗസ് മെറ്റീരിയലായിരുന്നു സാരി. ഇനി ഇത് നമുക്ക് എത്രയും വേഗം മടക്കി വെക്കാം കേട്ടോ. എനിക്ക് സാരി മടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അത് ഞാൻ മടക്കി വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ബ്ലൗസാണ്. ബ്ലൗസ് എന്ന് പറയുമ്പോൾ ഞാൻ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടാണ് കേട്ടോ തയ്പ്പിച്ചത്. ഇതിൻ്റെ ബാക്കിൽ ഓൾറെഡി നല്ല എംബ്രോയിഡറി വർക്ക് വരുന്നതുണ്ടായിട്ട്, പിന്നെ അതിൻ്റെ കയ്യിലും ചെറിയ വർക്ക് വരുന്നതുകൊണ്ട് ഞാൻ ചെറിയ ഷോർട്ട് സ്ലീവ്സ് ആണ് തയ്ച്ചത്. സെയിം ഇതിലും 2 കുഞ്ചലം ഞാൻ വെച്ചിട്ടുണ്ട്. സോ അതും നമുക്ക് മടക്കി സെറ്റാക്കാം. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് തലേ ദിവസം വീട്ടിൽ നിൽക്കുമ്പോൾ ഇടാനുള്ള ഡ്രസ്സാണ് കേട്ടോ. അത് ഞാൻ ഇതുവരെ ചൂസ് ചെയ്തില്ല. സോ കുറേ കൺഫ്യൂഷന് ശേഷം ഈ 2 ഔട്ട്ഫിറ്റാണ് ഞാൻ എടുത്തത്. അതിനകത്ത് ഈ റെഡ് വണ്ണാണ് കേട്ടോ ഞാൻ ചൂസ് ചെയ്തത്. സോ അതും നമുക്ക് എടുത്ത് വെക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് പാക്ക് ചെയ്യണം. അതിന് ഒരു ബാഗ് വേണം. സോ ഞാൻ ബാഗ് എടുത്തിട്ട് വരാം.
സോ ദിസ് ഈസ് മൈ ബാഗ്. ഞാനൊരു 3-4 വർഷം മുന്നേ വാങ്ങിയതാണ് ഈ ബാഗ്. എൻ്റെ കൂടെ എല്ലാ യാത്രയ്ക്കും ഉണ്ടായിരുന്നതാണ്. പിന്നെ ഞാൻ എപ്പോഴും പാക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഡ്രസ്സസ് ഡയറക്റ്റ്ലി എൻ്റെ ബാഗിനകത്തോട്ട് വെക്കാറില്ല. എപ്പോഴും ഞാനൊരു കവറിനകത്ത് വെച്ചിട്ട് ഞാനത് ബാഗിനകത്തോട്ട് വെക്കാറുള്ളൂ. അതെന്ന് വെച്ചാൽ പൊടിയും ബാഗിൽ അഴുക്കൊന്നും പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല തിരിച്ച് വരുമ്പോൾ മുഷിഞ്ഞ ഡ്രസ്സുകൾ ഇടാനും ഈ കവർ ഞാൻ യൂസ് ചെയ്യും. സോ ഒരു വെടിക്ക് 2 പക്ഷി. പിന്നെ ഞാൻ പാക്ക് ചെയ്യുമ്പോൾ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഡ്രസ്സസ് പാക്ക് ചെയ്യുന്നത് ഒരു ഓർഡറിലാണ്. അതായത് ലാസ്റ്റ് ഇടേണ്ട ഡ്രസ്സാണ് ഞാൻ ഏറ്റവും അവസാനം വെക്കുന്നത്. പിന്നെ ആ ഓർഡർ അനുസരിച്ച് ഏറ്റവും ആദ്യം എടുക്കേണ്ട ഡ്രസ്സ് ഏറ്റവും മുകളിലുമാണ് കേട്ടോ വെക്കുന്നത്. അതപ്പോൾ എടുക്കാനുള്ള എളുപ്പമുണ്ടല്ലോ, അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ പാക്ക് എല്ലാം ഞാൻ കവറിനകത്താക്കിയിട്ടുണ്ട്. ദെൻ ടു മൈ ബാഗ്. അങ്ങനെ ബാഗിൽ വെക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ സ്പേസ് കിട്ടുന്നത് പോലെ തോന്നിയിട്ടുണ്ട് ഇങ്ങനെ ഞാൻ പാക്ക് ചെയ്യുമ്പോൾ. എല്ലാം എടുത്ത് വെച്ചതിന് ശേഷമാണ് ഓർത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മറന്നുപോയത്, അതായത് അണ്ടർ സ്കേർട്ട്. സോ സാരി ഗ്രീൻ ആയതുകൊണ്ട് ഗ്രീൻ അണ്ടർ സ്കേർട്ടാണ് എടുത്തത്. ഷേപ്പ് വെയർ പോലെ കിടക്കുന്നതാണ്. ഇതും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു 2 years ബാക്ക് വാങ്ങിയതാണ് കേട്ടോ. സോ അതും കൂടെ നമുക്ക് പാക്ക് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ എടുത്ത് വെക്കാം. ഇതാണ് ഞാൻ ഇട്ടുകൊണ്ട് വന്നത്. സോ അത് ഞാൻ പാക്ക് ചെയ്തില്ല. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, ഞാൻ ഒരു ഫേസ് ഷീറ്റും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ആവശ്യം വന്നാൽ യൂസ് ചെയ്യാമെന്നും കരുതിയിട്ട്. അങ്ങനെ ഫൈനലി ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ ബാഗിനകത്ത് ഞാൻ എൻ്റെ ഡ്രസ്സ്, തലേദിവസമൊക്കെ ഇടാനുള്ള ഡ്രസ്സും സാരിയൊക്കെ പിന്നെ തോർത്തൊക്കെയാണ്. പിന്നെ എൻ്റെ ഹാൻഡ് ബാഗിനകത്ത് എൻ്റെ മേക്കപ്പ് സാധനങ്ങളും സ്കിൻ കെയർ സാധനങ്ങളൊക്കെയാണ്. അപ്പം എല്ലാം അതിനകത്ത് ഇരുന്നോളും, പെട്ടെന്ന് എടുക്കാമല്ലോ. അപ്പോൾ എൻ്റെ കുട്ടി പാക്ക് വിത്ത് മീ ഇത്രയേ ഉള്ളൂ. ഞാൻ അത്യാവശ്യം എല്ലാം എടുത്ത് വെച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ.